സ്വത്ത് തർക്കത്തെ തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ സഹോദരനെയും അമ്മാവനെയും വെടിവെച്ചു കൊന്ന കരിമ്പനൽ ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തമാണ് കോടതി വിധിച്ചത്. ഇതുകൂടാതെ 8 വർഷവും 3 മാസം അധിക തടവും 20 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. അധിക തടവ് അനുഭവിച്ചു തീർത്ത ശേഷം മാത്രമേ ഇരട്ട ജീവപര്യന്തം തുടങ്ങുകയുള്ളൂവെന്നും കോട്ടയം അഡീഷണൽ സെഷൻസ് ജഡ്ജി ജെ നാസർ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുറഞ്ഞത് 22 വർഷമായിരിക്കും തടവറയിൽ കഴിയേണ്ടി വരുന്നത്. സഹോദരൻ കാഞ്ഞിരപ്പള്ളി കരിമ്പനൽ രഞ്ജു കുര്യൻ, സഹോദരൻ മാത്യു കൂട്ടിക്കൽ, പൊട്ടംകുളം മാത്യു സ്കറിയ എന്നിവരെയാണ് കുടുംബ വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെ കൊലപ്പെടുത്തിയിരുന്നത്. 2022 മാർച്ച് 7-നായിരുന്നു ഈ ദാരുണ സംഭവം നടന്നത്. കൊലപാതകം, വീട്ടിൽ അതിക്രമിച്ച് കടക്കൽ, തോക്കു ചൂണ്ടി സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, ആയുധ നിയമനം എന്നീ വകുപ്പുകളിലാണ് പ്രധാനമായും ശിക്ഷ. ഇരട്ട കൊലപാതകത്തിനാണ് ഇരട്ട ജീവപര്യന്തം നൽകിയിരിക്കുന്നത്. ആയുധം കൈവശം വെച്ചതിന് 6 വർഷവും സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതിന് 2 വർഷം, ആയുധ നിയമം അനുസരിച്ച് 3 മാസവുമാണ് തടവ് നൽകിയിട്ടുള്ളത്. പിഴത്തുക രഞ്ജു കുര്യന്റെ കുടുംബത്തിന് നൽകുകയും വേണം. പിഴത്തുക വേണ്ടെന്ന് മാത്യു സക്കറിയയുടെ മക്കൾ വ്യക്തമാക്കുകയുണ്ടായി. പിഴ കെട്ടിവെച്ചില്ലെങ്കിൽ അധിക തടവ് അനുഭവിക്കേണ്ടി വരും. തോക്കുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഒന്നും പരിഹരിക്കേണ്ടത്. ഞങ്ങൾ അനുഭവിക്കേണ്ട വേദന എന്താണെന്ന് എത്ര പറഞ്ഞാലും ആർക്കും ഒരിക്കലും മനസ്സിലാവില്ല. 78 വയസ്സുള്ള ഒരാളെയാണ് അതിക്രൂരമായി കൊന്നുകളഞ്ഞത്. ഞങ്ങളുടെ അമ്മയുടെ അവസ്ഥ വളരെയധികം സങ്കടമാണ്. വിധി കേൾക്കുന്നതിനെത്തിയ മാത്യുവിന്റെ പെൺമക്കളായ അന്നു മാത്യുവും അഞ്ജു മാത്യുവും കണ്ണീരോടെയാണിത് പറഞ്ഞത്. നീതി കിട്ടി വിചാരണ തുടങ്ങിയപ്പോൾ മുതൽ അന്നുവും അഞ്ജുവും പതിവായി കോടതിയിൽ എത്തുകയുണ്ടായി. 4 പെൺമക്കളായിരുന്നു ജോർജിനുള്ളത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും അമ്മാവനെയും വെടിവെച്ചു കൊന്ന കേസിലെ പ്രതി കാഞ്ഞിരപ്പള്ളി കരിമ്പനൽ ജോർജ് കുര്യന് എതിരായത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള തെളിവുകളാണ്. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നയാൾ സ്വയം സൃഷ്ടിക്കുന്ന തെളിവുകളെയാണ് നിയമലോകം ദൈവത്തിന്റെ കയ്യൊപ്പുള്ള തെളിവുകളെന്ന് പ്രധാനമായും വിശേഷിപ്പിക്കുന്നത്. പ്രതി കരിമ്പനൽ വീട്ടിലേക്ക് പോകുമ്പോൾ വാഹനം കയറ്റം കയറാതെ നിന്നുപോയിരുന്നു. വാഹനം തള്ളി നീക്കുന്നതിനായി സമീപവാസിയായ മനു എന്നയാളെ ഫോണിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു. വൈകിട്ട് 4:49-നാണ് മനുവിനെ ഇയാൾ വിളിച്ചത്. വീട്ടിലെത്തി കുറ്റകൃത്യം നിർവഹിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ജോർജ് കുര്യൻ സ്വന്തം മൊബൈൽ ഫോണിന്റെ ഫോട്ടോ എടുത്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കരിമ്പനൽ വീട്ടിലെ ഡ്രൈവർ മഹേഷ് അടക്കം പേടിച്ചോടുന്ന ദൃശ്യവും ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. ഫോട്ടോയുടെ സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത് 4:51-നായിരുന്നു. പ്രതി വീട്ടിലെത്തിയതിനെ തുടർന്ന് സാമ്പത്തിക തർക്കം ഉണ്ടാവുകയും ആ പ്രകോപനത്തിനിടെ വെടിവെക്കുകയും ചെയ്തതല്ലെന്നും വീട്ടിൽ വന്നയുടനെ വെടിവെക്കുകയായിരുന്നുവെന്നും ഇതോടെ കോടതിക്ക് വ്യക്തമായി. വീട്ടിലെ ഡ്രൈവർമാരായ മുരളിയും മഹേഷും വെടിയൊച്ച കേട്ട് പേടിച്ചോടുമ്പോൾ ഇവരുടെ പേര് വിളിച്ച് നിങ്ങളെയൊന്നും ചെയ്യില്ല എന്ന് പ്രതി ഉറക്കെ പറയുകയും ചെയ്തിരുന്നു. ഇവരുടെ 2 പേരുടെയും ഫോൺ നമ്പറുകൾ ജോർജ് കുര്യന്റെ ഫോണിൽ സേവും ചെയ്തിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഇവരെ അറിയില്ലെന്നുമായിരുന്നു പ്രതിഭാഗം ഉയർത്തിയ വാദം. എന്നാൽ അത് കോടതി അംഗീകരിച്ചില്ല. ജോർജ് കുര്യൻ തന്റെ സുഹൃത്തുക്കൾക്ക് സംഭവത്തിന് തലേന്ന് രാത്രി അയച്ച സന്ദേശത്തിൽ ആരും ഇങ്ങോട്ട് വരേണ്ട എന്നും എല്ലാം നിയന്ത്രണത്തിൽ നിന്ന് പോയി എന്നും ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാമെന്ന് പറഞ്ഞിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്നതിനിത് തെളിവായി സാഹചര്യ തെളിവുകൾക്കും സാക്ഷിമൊഴികൾക്കുമൊപ്പം ഇങ്ങനെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള തെളിവുകളാണ് കേസിൽ പ്രധാനമായും നിർണായകമായത്.